ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കുകയും സ്ക്രീൻ കാണുകയും ചെയ്യാമെന്ന് കരുതുന്നു. സ്ക്രീൻ കാണാമല്ലേ? പ്രൈസ് ദി ലോർഡ്. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തിലേക്ക് തന്നെ കടന്നു വരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ശുദ്ധീകരണ നിയമത്തെക്കുറിച്ചാണ്, ഇസ്രായേലിന് കൊടുത്തതായ ശുദ്ധീകരണ നിയമം ഏത് വിധമാണ് എന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ടിടയായി. അതിൽ നമുക്കുള്ളതായ പങ്ക് എന്താണെന്നുള്ള കാര്യവും നാം ചുരുക്കമായി ചിന്തിപ്പാനായിട്ടിടയായി. ഞാൻ ആ ഭാഗത്ത് നിന്ന് ലേവ്യ പുസ്തകത്തിൽ പ്രധാനമായും ഇനി മനസ്സിലാക്കേണ്ടതായ അനേക കാര്യങ്ങളുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ടതായ 2 ടോപ്പിക്ക് മാത്രമേ ഞാൻ ലേവ്യ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ മുമ്പാകെ വെക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നുള്ളൂ. അത് ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയം, രക്ഷയുടെ അടിസ്ഥാനമായ വിഷയം, മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി വലിയവനായ ദൈവത്തിന്റെ തിരുഹൃദയത്തിലുണ്ടായിരുന്ന ആ വലിയ പ്ലാൻ, നിത്യതയ്ക്ക് മുമ്പേ തന്റെ ഹൃദയത്തിലുണ്ടായിരുന്നതായ ആ പ്ലാൻ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ പ്രമാണമായി കൊടുത്തുകൊണ്ട് അവർക്കത് അനുസരിപ്പാനായിട്ട് നൽകി. പിന്നത്തേതിൽ കർത്താവായ യേശുക്രിസ്തുവിൽ അത് പൂർണ്ണമായി നിവർത്തിക്കപ്പെട്ടതായ രക്ഷയുടെ പൂർത്തീകരണമാണ് നാം ഇന്ന് ഈ രാത്രിയിൽ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ മക്കൾക്ക് നൽകിയതായ ഉത്സവങ്ങളുടെ കൂട്ടത്തിൽ 7 ഉത്സവങ്ങളാണ് നൽകിയത്. ആ 7 ഉത്സവങ്ങളുടെ കൂട്ടത്തിൽ അവസാനത്തെ ഉത്സവമെന്ന് പറയുവാൻ കഴിയത്തക്ക വിധത്തിൽ കൊടുത്തിരിക്കുന്നതായ മഹാപാപ പരിഹാര പെരുന്നാളാണ്. ദ ഗ്രേറ്റ് ഡേ ഓഫ് അറ്റോൺമെന്റ് ആണ് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്, അഥവാ നാം ചിന്തിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുന്നതായ വിഷയം. ഇതെന്തുകൊണ്ടാണ് ഇത് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനമാണ്. കർത്താവായ യേശുക്രിസ്തു മരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ക്രൂശിൽ മരിച്ചത് കൊണ്ട് നമ്മുടെ രക്ഷ എങ്ങനെ നമുക്ക് സ്വായത്തമാക്കി, അല്ലെങ്കിൽ മാനവജാതിയുടെ രക്ഷ എങ്ങനെയാണ് പ്രാബല്യത്തിൽ വന്നത് എന്ന് നമുക്ക് ഈ ഗ്രേറ്റ് ഡേ ഓഫ് അറ്റോൺമെന്റ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയമാണ്. ഈ വിഷയം നാം എടുക്കുമ്പോൾ മനസ്സിലാകുവാൻ നാം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുകയും, അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഇല്ലാതിരിക്കുന്നവർക്ക് ഇതൊരു വലിയ നഷ്ടമായി തീരും എന്നുള്ള കാര്യവും ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. ദ ഗ്രേറ്റ് ഡേ ഓഫ് അറ്റോൺമെന്റ്, അഥവാ അതിന് അറബിയിൽ, അല്ലെങ്കിൽ അതിന് എബ്രായ ഭാഷയിൽ പറയുന്ന പേര് യോം കിപ്പൂർ എന്നാണ്. യോം കിപ്പൂർ. പ്രൈസ് ദി ലോർഡ്. ആ വിഷയത്തിലേക്ക് വരുമ്പോ ലേവ്യ പുസ്തകം 16, പ്രത്യേകിച്ച് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തോടുള്ളതായ ബന്ധത്തിലാണ് നമ്മൾ ഈ വിഷയം പഠിക്കുവാനായിട്ട് പോകുന്നത്. കർത്താവിന്റെ ക്രൂശ് മരണത്തിന്റെ നിവർത്തീകരണമാണ്, അല്ലെങ്കിൽ ഈ ഭാഗത്തിന്റെ പരിപൂർണമായ നിവർത്തീകരണമാണ് കർത്താവിന്റെ ക്രൂസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഓരോ വിഷയങ്ങളായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ വിഷയത്തിലേക്ക് കടന്നു വരാം. യോം കിപ്പൂർ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം, യോം എന്ന് പറയുന്നതായ ആ പദം ഡേ അല്ലെങ്കിൽ ദിവസം എന്നാണ്. കിപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോൺമെന്റ്, അഥവാ മറയ്ക്കപ്പെടുക. അപ്പോ യോം കിപ്പൂർ എന്ന് പറഞ്ഞാൽ അത് സെറ്റ് അപ്പാർട്ട് ഫ്രം ഓൾ എൽസ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ്, കംപ്ലീറ്റ്ലി ഡിസ്റ്റിങ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൽ നിന്നും മാറ്റിവെക്കത്തക്ക രീതിയിൽ മറയ്ക്കപ്പെടുന്നതായ ഒരു അനുഭവം. അതാണ് ഹക്കിപ്പൂർ എന്ന് പറയുന്നതായ വാക്കിന്റെ അർത്ഥം. അപ്പൊ യോം കിപ്പൂർ എന്ന് പറഞ്ഞാൽ മറയ്ക്കപ്പെടുന്നതായ ആ ദിവസം. എന്ത് മറയ്ക്കപ്പെടുന്ന ദിവസം? ഇസ്രായേലിന്റെ പാപം മുഴുവനും
മറയ്ക്കപ്പെടുന്നതായ ദിവസം. ഇത് വർഷാവർഷം കൊണ്ടാടുവാൻ കൊടുത്തിരിക്കുന്നതായ ഉത്സവമായതുകൊണ്ട് ഒരു വർഷം അവരുടെ കണക്കനുസരിച്ച് 360 ദിവസമാണ്. 360 ദിവസം അവരുടെ ജീവിതത്തിൽ അവര് ചെയ്തു പോയതായ പാപങ്ങൾ ദൈവസന്നിധാനത്തിൽ ഏറ്റുപറഞ്ഞ് ഇസ്രയേൽ എന്ന് പറയുന്നതായ ആ മുഴുവൻ രാഷ്ട്രത്തിന്റെ പാപം പരിഹരിക്കപ്പെടുന്നതായ ദിവസമാണ് ഈ മഹാപാപ പരിഹാര ദിവസം എന്ന് പറയുന്നത്. ഈ മഹാപാപ പരിഹാര ദിവസം മഹാപുരോഹിതനാൽ അർപ്പിക്കപ്പെടുന്നതായ ഈ മഹാപാപ പരിഹാര യാഗം കഴിയുമ്പോ അവർക്കൊരു കാര്യം മനസ്സിലാകും. ആ ഒരു വർഷം മുഴുവനും അവർ ചെയ്തതായ പാപം ക്ഷമിക്കപ്പെട്ടു എന്നുള്ളതായ കാര്യം. അന്ന് യാഗം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നത്. കാരണം അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ഉറപ്പ് ലഭിക്കാനായിട്ടിടയായി. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ നിമിഷം വരെ ചെയ്തതായ പാപങ്ങൾ എല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ വലിയ സന്തോഷത്തോടുകൂടെ കടന്നു പോകുന്ന ദിവസമാണ് ഇത് ആഘോഷിക്കുന്നത്. ജൂയിഷ് കലണ്ടർ 10th day of Tishri, the last feast before the people go home. 7 ഉത്സവങ്ങൾ അടങ്ങിയതായ സീരീസ് വർഷത്തിന്റെ 2 സമയത്തായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ 7ാമത്തെ ഉത്സവമായ ഈ മഹാപാപ പരിഹാര പെരുന്നാളെന്ന് പറയുന്നത് യഹൂദ കലണ്ടർ അനുസരിച്ച് 7ാം മാസമായ തിസ്രി മാസം 10ാം തീയതിയാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത്. അത് ഫിക്സഡ് ആണ്. യഹൂദ കലണ്ടർ അനുസരിച്ച് 7ാം മാസം 10ാം തീയതി. ഇത് ആ വർഷത്തെ മുഴുവൻ യാഗങ്ങളും ഈ യാഗത്തോടുകൂടെ സമാപിക്കുന്നതായ ആ വലിയ ഫെസ്റ്റിവലാണ്. എവറിഥിങ് ഇൻ ദി ലെവിറ്റിക്കൽ സിസ്റ്റം പോയിന്റഡ് ടു ദിസ് ഡേ. ആ ലേവ്യ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്നതായ ഒരു പുരോഹിത സിസ്റ്റം, പൗരോഹിത്യ സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിന്റെ മുഴുവൻ പോയിന്റ് ഔട്ട് ആ സിസ്റ്റത്തെ മുഴുവൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഈ ഗ്രേറ്റ് അറ്റോൺമെന്റിലേക്കാണ്. അതായത് ഇസ്രായേലിന്റെ നിലനിൽപ്പ് തന്നെ ഈ മഹാപാപ പരിഹാര ദിവസത്തിന്റെ വിഷയത്തിലുള്ളതായ ബന്ധത്തിലാണ്. ഇതെന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, ഇസ് അൾട്ടിമേറ്റ് മീനിങ് ദ ക്രൂസിഫിക്ഷൻ ഓഫ് ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. വരുവാനിരിക്കുന്നതായ മിശിഹായുടെ ക്രൂശീകരണത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ മഹാപാപ പരിഹാര ബലി എന്ന് പറയുന്നത്. യഹൂദ കലണ്ടർ അനുസരിച്ച് 7 ഉത്സവങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. 1ാമത്തെ ഉത്സവം പെസഹ്, അതാണ് അതിന്റെ ഹീബ്രു പദം. പാസ് ഓവർ ഇംഗ്ലീഷിൽ പെസഹ എന്ന് പറയുന്നത് മലയാളം. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ചോദിച്ചാൽ, റിഡംഷൻ ഫ്രം ഈജിപ്റ്റ്. അത് കുഞ്ഞാടിന്റെ രക്തത്താലാണ്. ദ ബ്ലഡ് ഓഫ് ദ ലാംബ്, റിഡംഷൻ ത്രൂ ദ ബ്ലഡ് ഓഫ് ദ ലാംബ്. കുഞ്ഞാടിന്റെ രക്തത്താലുള്ളതായ വീണ്ടെടുപ്പിനെ സൂചിപ്പിക്കുന്നതാണ് 1ാമത്തെ ഉത്സവമായ പെസഹായുടെ ഉത്സവം. 2ാമത്തെ ഉത്സവം എന്ന് പറയുന്നത് മത്സോത്ത്. എബ്രായ പദം മത്സോത്ത് ആണ്. അൺലീവൻഡ് ബ്രെഡിന്റെ ഫെസ്റ്റിവൽ ഓഫ് അൺലീവൻഡ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. ഈ പെരുന്നാളുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിന്റെ ആരംഭം എങ്ങനെയാണ്, ഇതിന്റെ ഫങ്ഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് അടുത്ത ടോപ്പിക് എടുക്കുമ്പോൾ അതിന്റെ വിശദീകരണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതെന്തിനാണ് സൂചിപ്പിക്കുന്നത് ചോദിച്ചാൽ, ഒരു പുളിപ്പും അവരുടെ കൂടാരങ്ങളിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. പുളിപ്പെന്ന് പറയുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് പാപത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സെപ്പറേഷൻ ഫ്രം സിൻ, ഹേസ്റ്റ് ഓഫ് ഡെലിവറൻസ്. അപ്പോ ആ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നത്. 3ാമത്തെ ഉത്സവം എന്ന് പറയുന്നത് ബിഖുരി.
ബിക്കൂരിം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാളാണ്. നാലാമത്തെ ഉത്സവം എന്ന് പറയുന്നത് ഷവോത്ത്. ഷവോത്ത് എന്ന് പറഞ്ഞാൽ പെന്റക്കോസ്റ്റ് ഉത്സവമാണ്. പെന്റക്കോസ്റ്റ് ഉത്സവം അത് എന്താണ് അതിന് സിഗ്നിഫിക്കൻസ് എന്നൊക്കെയുള്ള കാര്യം നമ്മുടെ ഉത്സവങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ വിശദമായിട്ട് പഠിക്കാം. അഞ്ചാമത്തെ ഉത്സവം എന്ന് പറയുന്നത് റോഷ് ഹഷ്നാഹ്, അതായത് മഹാകാഹള പെരുന്നാൾ, ദ ഫെസ്റ്റിവൽ ഓഫ് ട്രംപറ്റ്. ഫെസ്റ്റിവൽ ഓഫ് ട്രംപറ്റ് അത് ന്യൂ ഇയറിനെ കുറിക്കുന്നതാണ്. ദ ഗ്രേറ്റ് ട്രംപസ്റ്റ്, അതായത് വലിയ കാഹളം ഊതുന്നതായ, ആ ജയത്തിന്റെ കാഹളം ഊതുന്നതായ ആ ഒരു പെരുന്നാൾ. അടുത്ത പെരുന്നാൾ എന്ന് പറയുന്നത് യോങ്കിപ്പൂറാണ്, അറ്റോൺമെന്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യാശയുടെ ഉത്സവമുണ്ട്, അത് കൂടാര പെരുന്നാളാണ്. ഇങ്ങനെ 7 ഉത്സവങ്ങളാണ് യഹൂദ കലണ്ടർ അനുസരിച്ച് യഹൂദന്മാർക്ക് നൽകിയിരിക്കുന്നത്. നമ്മളിനിയും അടുത്ത ഭാഗത്തേക്ക് വന്നാൽ the blood of bulls and goats could cover the sin but not remove it. ഈ യാഗങ്ങൾ കൊണ്ട് എന്തേ ചെയ്യാൻ പറ്റുകയുള്ളൂ? കാളകളുടെയോ ആട്ടുകൊറ്റന്മാരുടെയോ രക്തം കൊണ്ട് പാപം ഒരിക്കലും മാറ്റുവാൻ കഴിയുന്നില്ല. പാപം അത് എന്തേ ചെയ്യുന്നുള്ളൂ? പാപം മറയ്ക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഇതാണ് പഴയ നിയമ യാഗവും കർത്താവിന്റെ യാഗമരണവും തമ്മിലുള്ളതായ ശ്രേഷ്ഠമേറിയ വ്യത്യാസമെന്ന് പറയുന്നത്. എന്താണ്? ഒന്ന്, പഴയ നിയമത്തിൽ എത്ര യാഗം കഴിച്ചാലും ആ യാഗങ്ങൾക്കൊന്നും മനുഷ്യന്റെ പാപത്തെ മാറ്റിക്കളയുവാനായിട്ട് കഴിയത്തില്ല. പാപം അവൻ അതുവരെ ചെയ്തതായ പാപം തൽക്കാലം മറയ്ക്കപ്പെടുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഒരു തിരശീലയ്ക്ക് പിന്നിൽ ഒരു സ്റ്റേജിലിരിക്കുന്നതായ വസ്തുക്കളെ ഒരു കർട്ടൻ കൊണ്ട് മറയ്ക്കുന്നത് പോലെ ആ സ്റ്റേജിൽ ആ സാധനങ്ങൾ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ മുമ്പിൽ ഒരു കർട്ടൻ ഇട്ട് കഴിയുമ്പോൾ വെളിയിൽ നിന്നത് കാണുവാൻ കഴിയാത്ത വിധത്തിൽ ആ വസ്തുക്കൾ, സ്റ്റേജിലുള്ളതായ വസ്തുക്കൾ മറയ്ക്കപ്പെടും. എന്നതുപോലെ യാഗം പഴയ നിയമത്തിലെ യാഗങ്ങൾ നിമിത്തം ഒഴുക്കപ്പെടുന്നതായ രക്തം കൊണ്ട് ഈ പാപത്തിന് ഒരു മറ സൃഷ്ടിപ്പാൻ മാത്രമേ കഴിയുകയുള്ളൂ. ജസ്റ്റ് ഹൈഡിങ് ദ സിൻ, നോട്ട് റിമൂവൽ ഓഫ് ദ സിൻ ഈസ് പോസിബിൾ ത്രൂ ദ സാക്രിഫൈസ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ്. അത് എബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായി നമ്മോട് പറയുന്നതായ കാര്യം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സദ്ഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിയുള്ളതല്ല. യാഗങ്ങൾ നിമിത്തം യാഗപീഠത്തോട്, ദൈവാലയത്തോട് അടുത്തു വരുന്നവർക്ക് എന്ത് വരുന്നില്ല? സൽഗുണപൂർത്തീകരണം വരുന്നില്ല. അത് ആ യാഗങ്ങൾക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിയുകയില്ല. 4-ാമത്തെ വാക്യം വായിക്കുമ്പോ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുകയില്ല. For it is not possible that the blood of bulls and goats should take away sins. പാപം എടുത്തു കളയുവാൻ, പാപം റിമൂവ് ചെയ്യുവാൻ പഴയ നിയമ യാഗം മൂലം ഒഴുക്കപ്പെടുന്നതായ രക്തത്തിന് കഴിയുകയില്ല. അത് ഒരു കൊച്ചു കുഞ്ഞിന് നമ്മള് എന്ത് കൊടുക്കുന്നത് പോലെയുള്ളൂ? നടക്കാൻ ശീലിക്കേണ്ടതിന് ഒരു വാക്കർ കൊടുക്കുന്നത് പോലെയുള്ളൂ. അത് നടക്കാൻ ശീലിക്കുന്നത് മാത്രമാണ്. അതൊരിക്കലും അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് ആ വാക്കർ ഉപയോഗിക്കുന്നതായ ശിശുവിനെത്തുവാൻ കഴിയത്തില്ല. ഒരു ശിശുവിനെ നടക്കാൻ പഠിപ്പിക്കുകയാണ്. നടക്കാൻ പഠിക്കേണ്ടതിന് അവനൊരു വാക്കർ കൊടുക്കുകയാണ്. ആ വാക്കർ ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനത്ത് അവനെത്തുവാൻ കഴിയത്തില്ല. അതെത്തണമെങ്കിൽ ആ വാക്കർ ഉപേക്ഷിച്ചിട്ട് അതിന്റെ പൂർത്തീകരണത്തിലേക്ക്
അവന്റെ ആ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ഈ പഴയ യാഗമെന്ന് പറയുന്നത് ശിശുക്കൾക്ക് നടക്കുവാൻ ശീലിക്കേണ്ടതിന് കൊടുക്കുന്നതായ ജസ്റ്റ് വാക്കർ മാത്രമാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കവും ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ. നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. മുമ്പിലത്തെ കൽപ്പനയ്ക്ക്, പഴയ നിയമകൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനതയുണ്ട്, അതിന്റെ നിഷ്പ്രയോജനത്വമുണ്ട്. അത് എന്താൽ മാത്രമേ എന്തുകൊണ്ടാണ് അത് ഏതിനാലാണ് പൂർത്തീകരണം വന്നത്? കാലത്തികവിങ്കൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്നതോടുകൂടെ അതിന്റെ പൂർത്തീകരണം വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇനി നമുക്ക് the problem of the old system, why God gave it. പഴയ സിസ്റ്റത്തിന് അല്ലെങ്കിൽ പഴയ നിയമത്തിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിന് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നില്ല, രക്ഷയുടെ പൂർത്തീകരണം വരുന്നില്ല, പാപം നീക്കം ചെയ്യപ്പെടുന്നില്ല, യാഗം ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. പുരോഹിതനായാൽ പോലും അവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ യാഗം കഴിച്ചുകൊണ്ടേയിരിക്കണം. ആ ആവർത്തിതമായിരിക്കുന്ന പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാതിരിക്കുന്നതായ ഈ പഴയ നിയമ സിസ്റ്റത്തിന് എന്തുണ്ട്? പ്രോബ്ലംസ്, പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഉണ്ടായിരുന്നിട്ടും ദൈവം എന്തുകൊണ്ടാണ് അത് നൽകിയത് എന്നുള്ളതാണ്. നോട്ട് ബിക്കോസ് ഓഫ് ദ സിസ്റ്റം വാസ് ഫ്ലോഡ്, ഇറ്റ് വാസ് ഇന്റൻഷണൽ ഡിസൈൻ. ആ സിസ്റ്റത്തിന്റെ കുഴപ്പമല്ല, അല്ലെങ്കിൽ അതൊരു തോൽവിയുടെ സിസ്റ്റമായത് കൊണ്ടല്ല, അത് വരുവാനിരിക്കുന്ന രക്ഷയുടെ പൂർത്തീകരണത്തിന്റെ ഒരു ഡിസൈൻ മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ബിൽഡിംഗ് കോൺട്രാക്ടർ അദ്ദേഹത്തിന് ഒരു ബിൽഡിംഗ് പണിയണം, വാസയോഗ്യമായ മറ്റുള്ളവർക്ക് പാർക്കുവാൻ ഉചിതമാകുന്നതായ ഒരു ബിൽഡിംഗ് പണിയേണ്ടതിന് ആദ്യം എന്താ ചെയ്യുക? ഒരു നല്ല ആർക്കിടെക്റ്റിനെ കണ്ട് ആ ബിൽഡിങ്ങിന്റെ ഒരു വലിയ ഡ്രോയിങ് ഉണ്ടാക്കും. അതിന്റെ ഫൗണ്ടേഷൻ എങ്ങനെയാണ്, എത്ര റൂംസ് ഉണ്ടായിരിക്കണം, ആ റൂംസിന്റെ വലിപ്പം എന്തൊക്കെയാണ്, കതകളുടെ ഡോർസ് എവിടെ വെക്കേണ്ടത്, വിൻഡോസ് എത്രണ്ണം വേണം, വിൻഡോസ് എവിടെയാ വെക്കേണ്ടത്, സാനിറ്ററി ഫിറ്റിങ്സ് എങ്ങനെയാണ്, ഇതൊക്കെ കാണിക്കുന്ന ഒരു ഡ്രോയിങ് ആദ്യം ഉണ്ടാക്കും. ഈ ഡ്രോയിങ് അല്ല വാസ്തവത്തിൽ ബിൽഡിങ്. ആ ഡ്രോയിങ് ഉപയോഗിച്ച് പിന്നത്തേതിൽ എന്ത് ചെയ്യുന്നു? ആ കോൺട്രാക്ടർ അതുപോലെ അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുകയാണ്. ആ കൺസ്ട്രക്ഷൻ പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ അത് വാസയോഗ്യമായി തീരുന്നുള്ളൂ, അല്ലെങ്കിൽ അത് ഉപയോഗയോഗ്യമായി തീരുന്നുള്ളൂ. അതുവരെ അത് പേപ്പറിൽ കാണുന്നതായ ഒരു ഡിസൈൻ മാത്രമാണ്. എന്നതുപോലെയാണ് പഴയ നിയമയാഗങ്ങളും. പഴയ നിയമയാഗത്തിന്റെ കുഴപ്പമല്ല, അതെന്താണ്? അതൊരു ഡിസൈൻ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അതൊരു നിഴൽ മാത്രമാണ്, യാഥാർത്ഥ്യമല്ല. അത് യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന അടയാളമാണ്, ഒരു സൈൻ ബോർഡാണ്. നമ്മൾ ദുബായിൽ നിന്ന് അല്ലെങ്കിൽ ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് പോകുമ്പോ ഇടയ്ക്കിടയ്ക്ക് ദുബായ് എന്ന് എഴുതിയിട്ട് ഒരു ആരോ മാർക്ക് കാണിച്ചേക്കുന്നത് കാണാൻ കഴിയും ആ സൈൻ ബോർഡിൽ. ആ സൈൻ ബോർഡിന്റെ കീഴിൽ ചെല്ലുമ്പോ ആർക്കും പറയാൻ കഴിയത്തില്ല ഇവിടെയാണ് ദുബായ് എന്ന് പറയാൻ കഴിയത്തില്ല. ദുബായ് എന്ന് പറയുന്നത് പിന്നെയും യാത്ര ചെയ്തെങ്കിലേ കഴിയത്തുള്ളൂ. അങ്ങോട്ടേക്കുള്ളതായ ഒരു സൈൻ ബോർഡ് മാത്രമാണ് നമ്മൾ ആദ്യം കണ്ടത്. എന്നതുപോലെ പഴയ നിയമയാഗങ്ങൾ എന്ന് പറയുന്നത് ഒരു ഡിസൈനാണ്, ഒരു സൈൻ ബോർഡാണ്. എന്തിലേക്കുള്ള സൈൻ ബോർഡ്? വരുവാനിരിക്കുന്ന നിത്യരക്ഷയിലേക്കുള്ളതായ ഒരു സൈൻ ബോർഡ്. ആ സൈൻ ബോർഡ് ആയിട്ടാണ് ദൈവം അതിനെ നൽകിയത്. എ ലോങ് ലിസ്റ്റ് ഓഫ് സാക്രിഫൈസസ് വാസ് നീഡഡ്, ഓൾട്ടർ, പ്രീസ്റ്റ്, കോൺഗ്രിഗേഷൻ, ഫെസ്റ്റിവൽസ്, എറ്റ്സെട്ര എറ്റ്സെട്ര.
ഒരു പഴയ നിയമ യാഗത്തിലേക്ക് വരുമ്പോ ഒറ്റ യാഗം കൊണ്ട് തീരുന്നില്ല. നമ്മൾ തന്നെ പ്രധാനപ്പെട്ടതായ 5 യാഗങ്ങളെ കുറിച്ച് പഠിച്ചു. ആ യാഗങ്ങൾ കൂടാതെ പിന്നെയും യാഗങ്ങളുണ്ട്. പുരോഹിതന്റെ പാപങ്ങൾക്ക് വേണ്ടി കഴിക്കേണ്ടതായ യാഗം, ദേവാലയ ശുദ്ധീകരണത്തിന് വേണ്ടി കഴിക്കേണ്ട യാഗം, ഉപകരണത്തിന്റെ സമർപ്പണത്തിന് വേണ്ടി കഴിക്കേണ്ട അല്ലെങ്കിൽ ശുദ്ധീകരണത്തിന് വേണ്ടി കഴിക്കേണ്ടതായ യാഗം. അങ്ങനെ യാഗങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് കാണുവാൻ കഴിയും. എത്ര വലിയ ലിസ്റ്റ് ഉണ്ടെങ്കിലും ആ യാഗങ്ങളൊന്നും ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നില്ല. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ പുരോഹിതന്മാർ ഒരാളല്ല, 2 പേരല്ല, അനേക പുരോഹിതന്മാർ. ഒരു ഗോത്രം മുഴുവനും പുരോഹിത വർഗമാണ്. അതുപോലെ ഒത്തിരി ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് അവസാനമില്ലാത്തതുപോലെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇഫ് എനി വൺ എലിമെന്റ് വാസ് ഇൻവാലിഡ്, ഓൾ ബിക്കം ഇൻവാലിഡ്. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒത്തിരി കൂട്ടങ്ങളുണ്ട് കേട്ടോ. അതിൽ 100 കൂട്ടം കാര്യങ്ങളുണ്ടെന്നിരിക്കട്ടെ. ഈ 100 കൂട്ടം കാര്യങ്ങളിൽ 99 ശരിയായി, ഒരെണ്ണം തെറ്റിപ്പോയി. ഒരെണ്ണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ സിസ്റ്റം മുഴുവനും തെറ്റിയെന്ന അർത്ഥം. ഒരിക്കലും ആ സിസ്റ്റത്തിന്റെ പൂർത്തീകരണം വരികയില്ല. അപ്പം പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ പോലും ഒന്നാമത് പൂർത്തീകരണത്തിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമല്ല, ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എവിടെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ ആ സിസ്റ്റം അമ്പേ പരാജയപ്പെടുകയാണ്. അതാണ് അതിന്റെ പഴയ നിയമ യാഗങ്ങളുടെ അല്ലെങ്കിൽ പഴയ നിയമ ആരാധനയുടെ കുഴപ്പമെന്ന് പറയുന്നത്. ദ ഹൈ പ്രീസ്റ്റ് കുഡ് എൻറ്റർ ദ ഹോളി ഓഫ് ഹോളീസ് only once a year and only with the blood. ദൈവത്തിന്റെ പ്രസൻസ് ഉള്ളതായ ഇടം, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്നതായ ഇടമാണ് ദ പ്ലേസ് ഓഫ് ഹോളി ഓഫ് ഹോളീസ്, പരിശുദ്ധ സ്ഥലമെന്ന്, അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. അവിടെ മഹാപുരോഹിതന് മാത്രം ആണ്ടിൽ ഒരേ ഒരു പ്രാവശ്യം, അതും രക്തത്തോടു കൂടി മാത്രമേ അതിനകത്തേക്ക് കടക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ബാക്കി 359 ദിവസവും അത് ക്ലോസ്ഡ് ആണ്. നമുക്കാണ് 365 ദിവസം, യഹൂദന്മാരുടെ കാലം അനുസരിച്ച് 360 ദിവസമേ ഉള്ളൂ. അപ്പൊ 359 ഡേയ്സും അത് ക്ലോസ്ഡ് ആണ്. ഈ ഒരൊറ്റ ദിവസം മാത്രമേ മഹാപുരോഹിതന് കടക്കാനായിട്ട് കഴിയത്തു. അതും മഹാപുരോഹിതന് മാത്രം, വെറുതെ കൈവീശിയല്ല, ഭയത്തോടെ തന്റെ പാപത്തിനും ജനത്തിന്റെ പാപത്തിനും ഉള്ളതായ രക്തവുമായിട്ട് മാത്രമേ അകത്തേക്ക് കടക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. 4-മത്തെ കാര്യം, നോ പെർഫെക്റ്റ് മീഡിയേറ്റർ എക്സിസ്റ്റഡ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ അണ്ടർ ദ ലോ. ന്യായപ്രമാണം അനുസരിച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മധ്യസ്ഥനില്ല. ആകെ മധ്യസ്ഥനുണ്ട് എന്ന് പറയാൻ മഹാപുരോഹിതൻ മാത്രമേ ഉള്ളൂ. ആ ഹൈ പ്രീസ്റ്റ് പോലും ഹീസ് ഓൾസോ നോട്ട് പെർഫെക്റ്റ്. പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് വേണ്ടി യാഗം കഴിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ മഹാപാപ പരിഹാര ദിവസം ജനത്തിന് വേണ്ടി യാഗം അർപ്പിക്കുന്നതിന് മുമ്പേ പുരോഹിതന്റെ പാപത്തിന് വേണ്ടി യാഗം അർപ്പിക്കണം. അതെല്ലാ വർഷവും ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. ദാറ്റ് മീൻസ് മഹാപുരോഹിതൻ എന്ന് പറയുന്നത് he will never be a perfect man. ആ മനുഷ്യനും ദൈവത്തിനും ഇടയ്ക്ക് മധ്യസ്ഥനായി നിൽക്കുന്ന മഹാപുരോഹിതൻ പോലും എന്തല്ല, പെർഫെക്റ്റ് അല്ല. നോ പെർഫെക്റ്റ് മീഡിയേറ്റർ എക്സിസ്റ്റഡ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ അണ്ടർ ദ ലോ. ന്യായപ്രമാണം അനുസരിച്ച് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മീഡിയേറ്റർ ഇല്ല എന്നുള്ളതാണ് ആ ഓൾഡ് സിസ്റ്റത്തിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. 6-മത്തെ വിഷയം, God's design to show humanity that no human system can bridge the gap. ദൈവവും മനുഷ്യനും തമ്മിൽ ഏദൻ തോട്ടത്തിൽ വെച്ചൊരു ഗ്യാപ്പ് ഉണ്ടായി, ഒരു വലിയ വിടവുണ്ടായി. സ്വർഗത്തേക്ക് കടക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് കടക്കുവാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ വരുത്തി വെച്ചതായ ആ പാപം,
ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റിക്കളഞ്ഞൊരു വലിയ വിടവുണ്ടായി. ആ വിടവ് നികത്താൻ മനുഷ്യനാൽ മാനുഷികമായ ഒരു സിസ്റ്റവുമില്ല എന്ന് കാണിക്കുന്നതായ ദൈവത്തിന്റെ ഡിസൈനാണ്. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൽ ഉള്ളതായ യാഗം ദൈവം കൊടുത്തിരിക്കുന്ന അടയാളങ്ങൾ മാത്രമാണ്. അത് വാസ്തവത്തിൽ രക്ഷയിലേക്ക് നയിക്കുന്നതല്ല എന്നുള്ളതാണ് അതിന്റെ പ്രോബ്ലം, അല്ലെങ്കിൽ അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഏഴാമത്തത്, എ പെർഫെക്റ്റ് മീഡിയേറ്റർ വാസ് നീഡഡ്, ദാറ്റ് ഈസ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം അനുസരിച്ച് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത്രയൊക്കെ ചെയ്താലും മനുഷ്യവംശത്തിന് ഒരു മീഡിയേറ്റർ വേണമെങ്കിൽ, ഒരു പെർഫെക്റ്റ് മീഡിയേറ്റർ ഇനിയും കൂടിയേ കഴിയുകയുള്ളൂ എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ആ യാഗങ്ങളെല്ലാം പെർഫെക്റ്റ് മീഡിയേറ്ററായ യേശു ക്രിസ്തുവിലേക്കുള്ളതായ ചൂണ്ടുപലകകൾ മാത്രമാണ്. എബ്രായ ലേഖന കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? ബട്ട് നൗ hath he obtained a more excellent ministry, by how much also he is the mediator of a better covenant which was established upon better promises. അവന് വിശേഷതയേറിയതായ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ, വാഗ്ദത്തങ്ങളുടെ വിശേഷതയേറിയതായ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമം, അതാണ് പുതിയ നിയമം. അത് വാഗ്ദത്തങ്ങളുടെ മേൽ സ്ഥാപിക്കപ്പെട്ട നിയമമാണ്. അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം നമ്മുടെ കർത്താവ് വിശേഷതയേറിയ ഒരു ശുശ്രൂഷ പ്രാപിച്ചു. എന്താണ് ആ വിശേഷതയേറിയ ശുശ്രൂഷ? തന്റെ യാഗം മൂലം സകല മാനവജാതിയും രക്ഷ പ്രാപിച്ച് ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് ആ ശുശ്രൂഷയുടെ പ്രത്യേകത. അപ്പോ നമ്മൾ ചിന്തിച്ചത് ഓൾഡ് സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങളാണ്. ആ ഓൾഡ് സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം മൂലം സംഭവിച്ചതായ പെർഫെക്ഷൻ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. നാം വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തു ആ പെർഫെക്ഷൻ വരുത്തിയിരിക്കുന്നത് കൊണ്ട് നാം അതിൽ കൂടെ എന്ത് ചെയ്തിരിക്കുന്നു? പിതാവിന്റെ സന്നിധിയിലേക്കുള്ളതായ പ്രവേശനം പ്രാപിച്ചിരിക്കുകയാണ്. ഇനിയും ആ പഴയ നിയമ യാഗത്തിനു വേണ്ടി നിയമിക്കപ്പെട്ടതായ പുരോഹിതനുണ്ട്. ഈ പറയുന്നതെല്ലാം ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തെ ബേസ് ചെയ്താണ്. 16-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്, ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 16 വേഴ്സസ് 2. 16-ാം അധ്യായം 2-ാമത്തെ വാക്യം. കൃപാസനത്തിന്മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ തിരശ്ശീലയ്ക്കകത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിന് മുമ്പിൽ എല്ലാ സമയത്തും വരരുത് എന്ന് അവനോട് പറയണം. അവിടെ നമ്മൾ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അഹരോന്റെ പുത്രന്മാരായ നാദാമും അബീഹുവും യഹോവയുടെ സന്നിധാനത്തിൽ അഗ്നി കത്തിച്ചത് കൊണ്ട്, സ്ട്രേഞ്ച് ഫയർ കൊണ്ടുവന്നത് കൊണ്ട് ആ യാഗപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കപ്പെട്ടു പോയി. അതിനുശേഷം യഹോവയായ ദൈവം അഹരോനോട് പറയുകയാണ്, നിന്റെ മക്കളായ ഇന്നാരിന്നാർ അവിടെ വെച്ച് മരിച്ചു പോയതുപോലെ നീയും മറ്റുള്ളവരും മരിക്കാതിരിക്കേണ്ടതിന് നീ ചിലത് പ്രമാണിക്കണം, നീ ചിലത് ജീവിതത്തിൽ അനുസരിക്കണമെന്ന് പറയേണ്ടതിന് മോശയോട് കൽപ്പിക്കുകയാണ്. എന്തൊക്കെയാണ്? ഒന്ന്, only the high priest could perform Yom Kippur rituals. മഹാപുരോഹിതന് മാത്രമേ ഈ മഹാപാപ പരിഹാര ബലി അർപ്പിക്കുവാനുള്ളതായ യോഗ്യതയുള്ളൂ. ഇനി മഹാപുരോഹിതൻ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഒന്ന്, he must have no defect and no fault, thoroughly examined and found blameless. മഹാപുരോഹിതനെ യാഗം കഴിക്കുന്നതിന് മുമ്പ് മൂപ്പന്മാരുടെ സാന്നിധ്യത്തിൽ, പുരോഹിതന്മാരുടെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നറിയാമോ? ഈ പുരോഹിതനെ ശരിക്ക് എക്സാമിൻ ചെയ്യും. ശരീരത്തിൽ ഒരു ന്യൂനതയും പാടില്ല.
അവൻ ഒരു കുഴപ്പവും പാടില്ലാത്തവനായിരിക്കണം. ബ്ലെയിംലെസ് പേഴ്സൺ ആയിരിക്കണം മഹാപുരോഹിതൻ. നമ്മള് യാഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ യാഗത്തിന് കൊണ്ടുവരുന്നതായ മൃഗങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം? ഊനമില്ലാത്തതായിരിക്കണമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ യാഗം കഴിക്കുവാൻ വരുന്നതായ പുരോഹിതൻ എങ്ങനെയുള്ളവനായിരിക്കണം? ഹി ഷുഡ് ബി നോ ഡിഫക്റ്റ് അറ്റ് ഓൾ, നോ ഫോൾട്ട് അറ്റ് ഓൾ. പുതിയ നിയമത്തിൽ ആർക്ക് വേണമെങ്കിലും എപ്പ വേണമെങ്കിലും ശുശ്രൂഷിക്കാമെന്നാണ് നമ്മുടെ ചിന്ത. അത് നമ്മുടെ ചിന്തയാ കേട്ടോ. ദൈവത്തിന്റെ മുമ്പിൽ അങ്ങനെ പ്രമാണമില്ല. പഴയ നിയമത്തിൽ എങ്ങനെയാണോ അത്, അതിന്റെ തത്വമൊന്നും മാറിയിട്ടില്ല. പക്ഷേ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം തന്നെ ചില സിസ്റ്റമൊക്കെ ഉണ്ടാക്കി, നാം തന്നെ ചില ധാരണകൾ ഉണ്ടാക്കി, നമ്മുടെ ബലഹീനതയും നമ്മുടെ കഴിവുകേടും നമ്മുടെ സാഹചര്യങ്ങളുമൊക്കെ അതിൽ കലർത്തി ദൈവിക പ്രമാണത്തിൽ നിന്ന് നാം അറിഞ്ഞോ അറിയാതെയോ അകന്നുപോയി. ഇത് അകലാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? കൊടുത്തിരിക്കുന്ന അടിസ്ഥാന തത്വങ്ങളുടെ വെളിച്ചത്തിൽ വേണം പുതിയ നിയമ ശുശ്രൂഷ ചെയ്യാനും ചെയ്യിപ്പിക്കാനും. നമ്മിൽ ഒരു വക്രതയും ഒരു ഊനവും കാണുവാൻ പാടില്ല എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹി മസ്റ്റ് ഹാവ് നോ ഡിഫക്റ്റ് ആൻഡ് നോ ഫോൾട്ട്. ഇനി അടുത്തത്, ഹിസ് നോളജ് വാസ് ഫസ്റ്റ് എക്സാമിൻഡ്. വൺ ഹൂ സെർവ്സ് മസ്റ്റ് നോ വാട്ട് ഹി ഡസ്. ഹിസ് നോളജ് വാസ്, രണ്ടാമത്തെ വിഷയം, ഹിസ് നോളജ് വാസ് ഫസ്റ്റ് എക്സാമിൻഡ്. വൺ ഹൂ സെർവ്സ് മസ്റ്റ് നോ വാട്ട് ഹി ഡസ്. ഇദ്ദേഹം നടത്തേണ്ടതായ ശുശ്രൂഷകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത് എന്ന് പല പ്രാവശ്യം ഇദ്ദേഹത്തോട് ചോദ്യം ചോദിച്ച് ഇദ്ദേഹത്തിൽ നിന്ന് തൃപ്തികരമായ ഉത്തരം കിട്ടിയെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് ശുശ്രൂഷിക്കുവാനുള്ളതായ പെർമിഷൻ കൊടുക്കുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം, ഹി മെയ്ഡ് എ വോ ബിഫോർ ദി സെനദ്രീൻ regarding all he would do that day. ആ ദിവസത്തിൽ എന്തൊക്കെയാണോ പ്രമാണപ്രകാരം ചെയ്യേണ്ടത്, ആ ചെയ്യേണ്ടതെല്ലാം സന്നദ്ധി സംഘത്തിന്റെ മുമ്പാകെ അല്ലെങ്കിൽ ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ ഇദ്ദേഹം എല്ലാം കാണാതെ ചൊല്ലി കേൾപ്പിക്കണം, ഒരു സംശയവും കൂടാതെ. അപ്പൊ താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എപ്പോൾ എങ്ങനെ പൂർത്തീകരിക്കണമെന്നുള്ളതായ സിസ്റ്റത്തെ കുറിച്ച് ശരിയായിട്ടുള്ളതായ അറിവും ധാരണയും ഉണ്ടെങ്കിൽ മാത്രമേ പുരോഹിതനെ ശുശ്രൂഷയ്ക്കാക്കുകയുള്ളൂ. Only after the war could he ascend to begin the service. ഇങ്ങനെ ആ തീരുമാനം സന്നദ്ധി സംഘത്തിന്റെ മുമ്പാകെ അറിയിച്ചതിന് ശേഷം മാത്രമേ സർവീസിന് വേണ്ടി ഇദ്ദേഹത്തെ കയറ്റുകയുള്ളൂ. അടുത്ത ആറാമത്തെ വിഷയം, സ്പെഷ്യൽ white linen garments worn by both high priest and the people. പുരോഹിതൻ വെള്ള നൂലുകൊണ്ടുള്ളതായ ആ വിശുദ്ധമായ വസ്ത്രം ധരിച്ചിരിക്കണം. വൈറ്റ് എന്ന് പറയുന്നത് വിശുദ്ധിയെ കാണിക്കുകയാണ്, താഴ്മയെ കാണിക്കുകയാണ്. അപ്രോച്ചിങ് ഗോഡ് സ്ട്രിപ്റ്റ് ഓഫ് ഓൾ എർത്തലി റാങ്ക്. എല്ലാവരും ദൈവസന്നിധിയിലേക്ക് വരുന്നതായ എല്ലാവരും തന്നെ ആ പഞ്ഞിനൂൽ കൊണ്ടുള്ള, വെളുത്ത പഞ്ഞിനൂൽ കൊണ്ടുള്ളതായ വസ്ത്രം ധരിച്ചവരായിരിക്കണം. എല്ലാവരുടെ വസ്ത്രവും ഒരുപോലെ, എല്ലാവരും താഴ്മ ധരിച്ചവരെ പോലെ, എല്ലാവരും വിശുദ്ധി പ്രാപിച്ചവരെ പോലെ അവരുടെ മുമ്പിൽ ആ ലോകപ്രകാരമുള്ളതായ ഏതൊക്കെ റാങ്കാണെങ്കിലും, ഒരുപക്ഷെ ഗോത്ര നേതാക്കന്മാരായിരിക്കാം, അല്ലെങ്കിൽ പ്രമാണിമാരായിരിക്കാം, അല്ലെങ്കിൽ ധനവാന്മാരായിരിക്കാം, ആരും അവരുടെ റാങ്ക് എക്സ്പോസ് ചെയ്യാത്ത രീതിയിലായിരിക്കണം ദൈവസന്നിധിയിലേക്ക് വരേണ്ടത്. ഒടുവിൽ ന്യൂ ടെസ്റ്റമെന്റ് ഡസ് നോട്ട് ലെജിസ്ലേറ്റ് ഗാർമെന്റ്സ് മോസസ് പ്രൊവിഷൻ സ്റ്റാൻഡ്സ്. കാരണം പുതിയ നിയമത്തിനെ സംബന്ധിച്ച് എഴുതപ്പെട്ടതായ ഒരു നിയമം പുതിയ നിയമത്തിലെങ്ങും വേഷവിധാനങ്ങളെ കുറിച്ച് എഴുതപ്പെട്ടതായ ഒരു നിയമവും നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല.
അത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാത്തതിന് കാരണമെന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതായ കാര്യങ്ങൾക്ക് ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും നിവർത്തീകരിക്കപ്പെട്ടില്ല, അതിന് നിവർത്തീകരണം ആവശ്യമില്ല എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് അതുപോലെ നാം എന്ത് ചെയ്യണം? ക്യാരി ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പഴയ നിയമത്തിലെ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ആരാധനാ നിയമങ്ങൾ അതുപോലെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നതാണ് പുതിയ നിയമത്തിൽ. അതിന് കാരണം പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നതായ ആരാധനാ നിയമങ്ങളുടെ പൂർത്തീകരണമാണ് പുതിയ നിയമം എന്നുള്ളത് കൊണ്ട് ആരാധനാ നിയമങ്ങളുടെ അടിസ്ഥാനങ്ങൾക്ക് പഴയ നിയമത്തിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ടാണ് ആ എളിമയുള്ളതായ വസ്ത്രം പുതിയ നിയമവിശ്വാസികളും ധരിക്കേണ്ടതാണ് എന്ന് പറയുവാനായിട്ടുള്ള കാരണം. അതിന് പ്രത്യേക നിയമത്തിന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത വിഷയത്തിലേക്ക് വീണ്ടും വരുന്നു. അടുത്തത് ബാത്തിങ്, ദ വിജിൽ ആൻഡ് ദി ആനിമൽ. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 3 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോ പുരോഹിതനെ എന്താണ് ചെയ്യേണ്ടത്? പുരോഹിതനെ മുഴുവനും കഴുകണമെന്ന് ഓർപ്പിക്കുകയാണ്. എൻ്റെ ബോഡി ബാത്ത് ഇൻ വാട്ടർ 5 times ഡ്യൂറിങ് ദ ഡേ. 5 പ്രാവശ്യം ആ ശുശ്രൂഷ ചെയ്യുന്നതായ വേളയിൽ 5 പ്രാവശ്യം ദേഹം ശുദ്ധവെള്ളത്തിൽ കഴുകണമെന്നുള്ളതാണ് പ്രമാണം. 2, ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വാഷ്ഡ് ബിഫോർ ഈച്ച് സർവീസ് ഇൻ പ്യൂർ വാട്ടർ. അതുപോലെ ഓരോ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും എന്ത് ചെയ്യണം? കാലും കൈയും ശുദ്ധവെള്ളത്തിൽ കഴുകിയിരിക്കണം. നോ റീസൺ ഗിവൺ, നോ റീസൺ പെർമിറ്റഡ് ടു ബി ആസ്ക്ഡ്, ഒബീഡിയൻസ് ഈസ് ദ ടെസ്റ്റ്. നമുക്ക് മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, കാരണം സമയം മുന്നോട്ട് പോയല്ലോ. ഈ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തിനാണ് കൈയും മുഖവും കഴുകേണ്ടതെന്നോ, എന്തിനായി 5 പ്രാവശ്യം കഴുകേണ്ടതെന്നോ അവിടെ നമുക്ക് ലേവ്യ പുസ്തകത്തിൽ ഒരിടത്തും കാണുവാൻ കഴിയുന്നില്ല. ശ്രദ്ധിക്കണം. ലേവ്യ പുസ്തകം മൊത്തം വായിച്ചു നോക്കിയാലും, അല്ല ന്യായപ്രമാണം മൊത്തം വായിച്ചു നോക്കിയാലും എന്തിനാണ് ഈ 5 പ്രാവശ്യം കഴുകുന്നത് എന്ന് ഒരുവൻ ഈ ക്ലാസ് എടുക്കുന്ന എന്നോടോ അല്ലെങ്കിൽ നിങ്ങളോടോ ചോദിച്ചാൽ അതിന് ഉത്തരം കൊടുക്കുവാൻ കഴിയത്തില്ല. കാരണം എന്തിനാണെന്നുള്ള കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അത് മാത്രമല്ല, ഈ പറയുന്നതായ കാര്യങ്ങൾക്ക് പലതിനും ഒരു റീസൺ കൊടുത്തിട്ടില്ല. അത് കൽപ്പനയായി കൊടുത്തിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് അനുസരിക്കുക എന്നുള്ളതാണ് മനുഷ്യന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം. എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. ദൈവം പറയുന്നതായ കാര്യങ്ങൾ എന്തിന് എന്ന് ചോദിക്കുവാൻ പ്രമാണമില്ല. എന്തിന് എന്ന് ദൈവത്തിന് പറയാനും പറയാതിരിക്കാനുമുള്ളതായ സ്വാതന്ത്ര്യമുണ്ട്. അത് എന്തിന് എന്ന് ചോദ്യം മനുഷ്യന്റെ സൈഡിൽ നിന്ന് പാടില്ല. പക്ഷേ നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും നമ്മളത് റീസണിങ് ചെയ്യാറുണ്ട്. ഓരോ കാര്യത്തിനും നാം റീസണിങ് അന്വേഷിക്കാറുണ്ട്. റീസണിങ് നമ്മൾ അന്വേഷിക്കുന്നത് ദൈവസന്നിധാനത്തിൽ പാപമാണെന്ന് ഓർക്കണം. പലപ്പോഴും നമ്മളത് ഓർക്കാറില്ല. സ്നാനപ്പെടണമെന്ന് പറയുമ്പോ എന്തിനാ സ്നാനപ്പെടുന്നത്? ആത്മീയ വിഷയത്തിൽ ഇന്ന വിഷയം ഇന്നതുപോലെ ചെയ്യണമെന്ന് പറയുമ്പോ എന്തിനാ ഞാൻ അങ്ങനെ ചെയ്യുന്നത്, എന്തിനാ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നാം മാനുഷികമായി ചോദിക്കുന്നതായ ചോദ്യത്തിന് ദൈവസന്നിധാനത്തിൽ നോ വാലിഡേഷൻ അറ്റ് ഓൾ. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല.
ചെയ്യുവാൻ പറഞ്ഞേക്കുന്നത്, വേദപുസ്തകത്തിൽ ചെയ്യുവാൻ പറഞ്ഞേക്കുന്നതായ കാര്യം അതുപോലെ ചെയ്യണമെന്നുള്ളതാണ് ദൈവത്തിന്റെ മുമ്പാകെ ദൈവത്തിന് പ്രസാദകരം. ചോദ്യം ചെയ്യാതെ അനുസരിക്കും. നമ്മൾ അങ്ങനെയല്ലേ എല്ലായിടത്തും കാണുന്നത്? ഉൽപ്പത്തി മുതൽ ഭക്തന്മാരുടെ ജീവിതത്തിലെല്ലാം അങ്ങനെയല്ലേ കാണുന്നത്? നോഹയോട് പറഞ്ഞു പെട്ടകം പണിയാൻ. നോഹ പെട്ടകം പണിത് എന്തിനാണെന്നോ ഒന്നും ചോദിച്ചില്ല. അബ്രഹാമിനോട് പറഞ്ഞു ഇറങ്ങി പുറപ്പെടാൻ. അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടു. എന്തിനാ ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് അബ്രഹാം ചോദിച്ചില്ല. എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചില്ല. ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാൻ ആവശ്യപ്പെട്ടു. എന്തിനാണ് ഇസ്ഹാക്കിനെ തന്നെ യാഗം കഴിക്കുന്നത് ചോദിച്ചില്ല. ഇസ്ഹാക്ക് കുഞ്ഞാടിനെ അറുക്കണമെന്ന് പറഞ്ഞു. എന്തിനാ കുഞ്ഞാടിനെ അറുക്കുന്നത് എന്ന് ചോദിച്ചില്ല. പഴയ നിയമ വിശുദ്ധന്മാരാരും തന്നെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായ ആരും ദൈവത്തോട് മറുചോദ്യം ചോദിക്കാതെ അനുസരിപ്പാനിടയായെങ്കിൽ, പുതിയ നിയമവിശ്വാസികളായ നാം ഒരു കാര്യത്തിന് മുമ്പിൽ എത്രയോ ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. ദൈവത്തോട് ചോദിക്കുന്നതായ ചോദ്യങ്ങൾ, എന്തിന് എന്ന് ചോദിക്കുന്നതായ ചോദ്യങ്ങൾ ദൈവത്തോടുള്ളതായ മത്സരമായി, ദൈവത്തോടുള്ള അനുസരണക്കേടായി ദൈവം അത് കണക്കാക്കുമെന്ന് നാം ഓർത്തിരിക്കണം. അതും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നാം പഴയ നിയമ പ്രമാണങ്ങൾ പഠിക്കുന്നത്. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ദൈവത്തോടുള്ളതായ അനുസരണം ഏത് രീതിയിലാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് സ്മോൾ ഒബീഡിയൻസ് ക്വാളിഫൈസ് ഫോർ ഗ്രേറ്റ് ഒബീഡിയൻസ്. അത് മനസ്സിലാക്കണം. സ്മോൾ ഒബീഡിയൻസ് പോയിന്റ് ഔട്ട് ക്വാളിഫൈ ഫോർ ദി ഗ്രേറ്റ് ഒബീഡിയൻസ്. ചെറിയ അനുസരണം പോലും വലിയ അനുഗ്രഹത്തിലേക്ക് നടത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാതിരിക്കരുത്. ഹൈ പ്രീസ്റ്റ് കെപ്റ്റ് awake the whole night before. അതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മഹാഭാവ പരിഹാര ദിവസം യാഗമർപ്പിക്കുവാനായിട്ട് പുരോഹിതൻ പോകുന്ന ആ തലേ രാത്രിയിലുണ്ടല്ലോ, പുരോഹിതൻ ഉറങ്ങാനേ പാടില്ല. അവനെ ഉറങ്ങാതെ ഉണർന്നിരിക്കത്തക്ക രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് അവർക്ക് കൊടുത്തിരിക്കുന്നതായ ഒരു പ്രമാണമാണ്. ഉറങ്ങാൻ പുരോഹിതന് അനുവാദമില്ല ശുശ്രൂഷ അർപ്പിക്കുന്നതിന്റെ തലേ രാത്രിയിൽ. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ അതുപോലെ നിവർത്തിച്ചിരിക്കും നമുക്ക് കാണുവാൻ കഴിയും. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 32 മുതൽ 36 വരെയുള്ളതായ വാക്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ആ രാത്രിയിൽ കർത്താവ് ഉറങ്ങിയില്ല എന്നുള്ളത്. അത് മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പുരോഹിതൻ ഇത് യാഗം കഴിക്കുന്നതിന് മുമ്പുള്ളതായ പ്രമാണങ്ങളെ പറഞ്ഞാൽ നിർത്താം. യാഗം കഴിക്കുന്നതിന് മുമ്പ് മഹാപുരോഹിതൻ അവന്റെ പാപത്തിന് പരിഹാരമായി ആദ്യം യാഗമർപ്പിക്കണം. എന്തൊക്കെ വേണ്ടിയത്? ആനിമൽസ് അറ്റ് ഓൺ എക്സ്പെൻസ്, ഓൺ ബുൾ, 7 lambs, ഓൺ റാം, ഓൺ ഗോട്ട്. ഇത്രയും കാര്യങ്ങൾ പുരോഹിതന്റെ പാപത്തിന്റെ പുരോഹിതന്റെയും അവന്റെ കുടുംബത്തിന്റെയും പാപത്തിന്റെ പരിഹാരാർത്ഥം കൊണ്ടുവരണം. ഇത് ഖജനാവിൽ നിന്നെടുക്കാനായിട്ട് പറ്റത്തില്ല. ആലയത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്നെടുക്കുവാൻ പ്രമാണമില്ല. മറ്റുള്ളവരിൽ നിന്ന് കോൺട്രിബ്യൂഷൻ എടുക്കുവാനുള്ള പ്രമാണമില്ല. ആരെങ്കിലും അവന് പകരം കൊടുക്കണമെന്നുള്ളതായ പ്രമാണവുമില്ല. പിന്നെന്ത് ചെയ്യണം? പുരോഹിതൻ അവന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ ചെലവഴിച്ച് അവന്റെ പാപത്തിന്റെ പരിഹാരത്തിനുള്ളതായ യാഗം കഴിക്കണം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദാവീദിന്റെ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ ഞാൻ ഇതോട് ചേർന്ന് പറയാം. ദാവീദ് ദൈവത്തിന് യാഗപീഠം പണിയുവാനായിട്ട് ഓർന്നാന്റെ കളത്തിലേക്ക് വരുമ്പോ ആ വസ്തുവിന്റെ ഉടമ എന്താ പറഞ്ഞത്? ദൈവത്തിന് വേണ്ടിയാണല്ലോ ഞാനിത് സൗജന്യമായി നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ദാവീദ് എന്താ പറഞ്ഞത്? ചെലവ് കൂടാതെ യാഗം കഴിക്കുന്നത് തെറ്റാണത്, പാപമാണ്. ചെലവ് ചെയ്ത് വേണം യാഗം കഴിക്കേണ്ടതിന്. അപ്പോ ഇവിടെ പുരോഹിതൻ തന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗമർപ്പിക്കുമ്പോ എന്തൊക്കെ ആവശ്യമാണോ
അതെല്ലാം അവന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് വേണം യാഗം കഴിക്കേണ്ടത്. 16-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: പാപയാഗത്തിന് ഒരു കാളക്കിടാവിനോടും ഹോമയാഗത്തിന് ഒരു ആട്ടുകൊറ്റനോടും കൂടെ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കണം. ഇതാണ് അഹരോന് വേണ്ടി കൊടുത്തിരിക്കുന്നതായ